ഞാൻ റഹ്മാൻ സാറിനെ പറ്റിയിട്ടും സാറിനെ പറ്റിയിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. കുറേ നാൾ മുമ്പത്തെയാണ്, ഒത്തിരി നാൾ മുമ്പത്തെയാണ്. അതിന് ഒരു കുട്ടി കഥ പോലെയാണ് കേട്ടോ, കഥയാണ്. കഥ പോലെയാ. എന്നുവെച്ചാൽ എനിക്കത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ഒരു ഫാസിനേഷൻ. അതിപ്പോ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും കഥയാണ്. അപ്പം വെളുപ്പാങ്കാലത്ത് ഒരു 5 മണി സമയം ചെന്നൈയിലെ എനിക്ക് തോന്നുന്നു രാജേന്ദ്ര കോളനി ആണോ എന്ന് എനിക്കറിയത്തില്ല. രാജേന്ദ്രൻ കോളനിയിലാണ് ഞാൻ താമസിക്കുന്നത്, അവിടെ തന്നെയാണോ? അപ്പൊ പിന്നെ ആയിരിക്കും. അപ്പൊ അവിടെ ഒരു ഓട്ടോറിക്ഷയില് ഔസേപ്പച്ചൻ സാറ് വരുന്നു. ഔസേപ്പച്ചൻ സാറ് ബാക്കിലിരിക്കുന്നു, ഫ്രണ്ടിലിരുന്ന് ഓട്ടോ ഓടിക്കുന്നു AR റഹ്മാൻ സാർ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് സത്യമാണോ? ഇതിലെന്താ ഇത്ര അത്ഭുതം? ഇത് എന്തുകൊണ്ടാണ് ഈ 5 മണിക്ക് വന്നതെന്നറിയോ? ഈ 5 മണി വരയ്ക്ക് ഞങ്ങൾ ഇരുന്നിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതെ, റഹ്മാൻ സാറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളും അത് നമുക്ക് ആ സമയത്താണ് ഈ അന്ന് ദിലീപാണ് ഈ പറഞ്ഞ റഹ്മാനെ കിട്ടത്തുള്ളൂ. രാത്രികളിലാണ് ഫുള്ളി ഫ്രീ ആയിട്ട്. അത് പുലർച്ചെ 5 മണി 6 മണി അങ്ങനെയൊക്കെ പോകും. അപ്പൊ പുലർച്ചെ ആയപ്പോ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ വണ്ടിയുണ്ട്. വണ്ടി എടുത്ത് പുള്ളി തന്നെ ഇൻസ്ട്രുമെന്റ് ഒക്കെ കൊണ്ടുപോകാനുള്ളൊരു വണ്ടിയാണത്. അവർക്ക് അന്ന് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട്. ഈ അന്ന് കീബോർഡൊന്നും ആരും സ്വന്തമായിട്ട് വാങ്ങിക്കാറില്ല. ഇത് വന്ന വലിയ വലിയ കോംബോർഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഈ സോഫയുടെ ഒക്കെ വലുപ്പമുള്ള കീബോർഡ്സാണ്. അതൊക്കെ ഇവർ വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് അന്നത്തെ പ്ലേയേഴ്സ് സ്റ്റുഡിയോയിൽ വായിക്കും. അപ്പം അതിനൊക്കെ സഹായം ഉള്ള ഒരു വണ്ടിയാണിത്. അപ്പം അതിലങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ്. ഓ, അപ്പൊ ഇത് ശരിക്കുള്ള കഥയാണ്. പിന്നെ സാറ് സ്ലം ഡോഗ് മില്യനെയറിന്റെ ഭാഗമായിരുന്നു? ഇല്ല, സ്ലം ഡോഗ് മില്യനെയറിന്റെ ഭാഗം പറയാൻ പറ്റൂല, കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ്. ഞാൻ ഐ യൂസ് ടു പ്ലേ വയലിൻ ഫോർ ഹിം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ മറ്റ് ഭാഷ നമ്മൾ ഒരിക്കലും ഒരു മ്യൂസിക് ഡയറക്ടറുടെ വർക്കിന് പോകുമ്പോൾ ഈ പാട്ടുകാരുടെ പോലെയല്ല. മ്യൂസിഷ്യൻസ് എന്ന് പറയുമ്പോൾ, ഞാൻ വയലിനിസ്റ്റാണ്. മ്യൂസിഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇത് ഏത് പടത്തിനാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. മേ ബി വുഡ് ഹാവ് ബീൻ ആയിട്ടുണ്ടാവാം, ആകാതിരിക്കാം. നമ്മളിതൊന്നും ഓർക്കുന്നില്ല. അതും റെക്കോർഡിങ് പാർട്ട് ബൈ പാർട്ടാണ്, അറിയത്തില്ല. ഒരു ക്ലിക്ക് ട്രാക്ക് ഇട്ട് അതിന്റെ കൂടെ വായിക്കും, പിന്നെ ഒരു ട്രാക്കിന്റെ ഒപ്പം കേൾക്കും, പാട്ട് കേൾക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ ദോസ് ഡേയ്സ് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് വായിക്കാറില്ല. ഒരു 5 വർഷമായിട്ട് ഞാൻ ഒട്ടും വായിക്കാറില്ല.